പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നു. വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സമീപകാലങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദിയുടെ നയതന്ത്ര മികവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ കൂടുതൽ വിലക്ക് ഏർപ്പെടുത്തുകയും എന്നാൽ ഇനി മുതൽ ചൈനയുടെ ഒരു ഉൽപ്പന്നം പോലും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തില്ല എന്നൊരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുമായി ഇന്ത്യ ഇത്തരത്തിൽ ശ്രദ്ധാപൂർവം അടുക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ചൈനയിൽ നിന്നും വിലക്കുറവുള്ള അപൂർവ ധാതുക്കൾ ലഭിക്കുന്നതിന് ഇന്ത്യക്ക് താല്പര്യമുണ്ട് എന്നും അങ്ങനെയെങ്കിൽ പല മേഖലയിലെയും ഉൽപാദനം ഇന്ത്യക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കുമെന്നും ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇലക്ട്രോണിക് കാറുകൾ മുതൽ ചില ആയുധങ്ങളുടെ നിർമ്മാണത്തിന് വരെ റെയിൽ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ ധാതുക്കൾ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ US-ന്റെ ആ ഒരു നയം മാറ്റത്തിലെ അനിശ്ചിതത്വവും ഇന്ത്യയെ ചൈനയോട് അടുക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപാരത്തിൽ ഒരു ബാലൻസ് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു നീക്കം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് ഗതാഗതത്തിന്റെ കാര്യത്തിൽ വലിയ തോതിൽ ചിലവ് കുറയ്ക്കുന്ന പുതിയൊരു റൂട്ട് തുറന്നിരിക്കുകയാണ്. 2020 നടന്ന ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് അടിച്ചേൽപ്പിച്ച ലിപു ലേക്ക് ചുരം വഴിയുള്ള ചരക്ക് വ്യാപാരമാണ് ഇന്ത്യയും ചൈനയും വീണ്ടും തുറക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പാത ഇപ്പോൾ തുറന്നിടുകയാണ്. ജൂൺ മുതൽ ഇതിലൂടെ തന്നെ വ്യാപാരം വീണ്ടും ആരംഭിക്കുകയും ഉത്തരാഖണ്ഡിലെ പിത്രാഗോഡ് ജില്ലയിലാണ് ഇത്തരത്തിലൊരു ചുരം ഉള്ളത്. ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സംഘടിപ്പിക്കുന്ന ഇടമായതിനാൽ തന്നെ സൈനികമായും തന്ത്രപരമായും ഈ പ്രദേശം ഇന്ത്യക്ക് അതീവ പ്രധാനമാണ്. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ നയതന്ത്ര പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ 6 വർഷമായി തന്നെ ഈ പാത വഴിയുള്ള വ്യാപാരം അവിടെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആഭ്യന്തര മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും ഇതിന് അനുമതി നൽകിയതായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സാധാരണയായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ വ്യാപാര സീസൺ നടക്കാറുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലിപു ലേക്ക് ചുരമാകട്ടെ അതുവഴിയുള്ള വ്യാപാരം അത് പ്രധാനമായും പ്രാദേശിക ഹിമാലയൻ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 1954 ആരംഭിച്ച ഈ വ്യാപാരം 1962 യുദ്ധത്തെ തുടർന്നുകൊണ്ട് തടസ്സപ്പെട്ടെങ്കിൽ പോലും 1992 വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. 2018 കണക്കുകൾ പ്രകാരം ഏകദേശം 6.55 കോടി രൂപയുടെ ഇടപാടുകളാണ് ഇതുവഴി നടക്കുന്നത്. ഇതിൽ 5.59 കോടി രൂപയുടെ ചൈനീസ് ഇറക്കുമതിയും 96.5 ലക്ഷം രൂപയുടെ ഇന്ധന കയറ്റുമതിയും ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. 2025 ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 9.7% വളർച്ച മാത്രമല്ല, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ, പെട്രോളിയം, ലൈറ്റ് ഓയിൽ, അതേപോലെ ടെലികോം, ഘടനാ പദാർത്ഥങ്ങൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും വൻതോതിൽ കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി തന്നെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നതിനാൽ തന്നെ ഭാവിയിൽ ചൈനയിലേക്ക് കൂടുതൽ കയറ്റുമതി നടക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഇന്ത്യ പ്രതീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.